സർവ്വഗുണ സമ്പൂർണനായ പടച്ച തമ്പുരാനെ തന്റെ കണ്ണുകൊണ്ടൊന്ന് കാണണമെന്ന് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അല്ലാഹുവിനോട് ആഗ്രഹം പറഞ്ഞു. അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് ആ കാഴ്ച ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ നിർബന്ധപ്രകാരം തൂരി സീനാ പർവ്വതത്തിന്റെ ഒരു ഭാഗത്തേക്ക് വരാൻ അല്ലാഹു തആല പറയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രകാശത്തിന്റെ ഒരു അംശം തൂരി സീനാ പർവ്വതത്തിലേക്ക് വന്ന് പതിക്കുമ്പോഴേക്ക് മൂസാ നബി അലൈഹിസ്സലാം ബോധരഹിതനായി വീണുപോയി എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ ഒരു അംശം പർവ്വതത്തിന് താങ്ങാനാകാതെ ആ പർവ്വതം തകർന്നടിഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ. മൂസാ നബി അലൈഹിസ്സലാം ബോധരഹിതനായി താഴെ വീണുപോയി. ആ പ്രകാശത്തിന്റെ ഒരു അംശം ഉൾക്കൊള്ളാൻ മൂസാ നബി അലൈഹിസ്സലാമിന് സാധ്യമല്ല, അതിനുള്ള കഴിവില്ല. ഏത് മൂസാ നബി അലൈഹിസ്സലാമാണ്? ലോകത്തിലെ 5 പ്രധാനപ്പെട്ട മനുഷ്യന്മാരെ പറഞ്ഞതിൽ ഒരാളാണ് മൂസാ അലൈഹിസ്സലാം. ആ മൂസാ നബിക്ക് പോലും സാധ്യമല്ല. ഇനിയോ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാലാഖ. ആരാ ജിബ്രീൽ അലൈഹിസ്സലാം? മുഖറബുൽ അംലാഖ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മാലാഖമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാമാണ് നബികളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ബുറാഖ് എന്ന വാഹനത്തിന് കണ്ണെവിടെയാണോ എത്തുന്നത് അവിടെ എത്തുന്ന പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചാരയോഗ്യമായ ബുറാഖ് എന്ന വാഹനത്തിൽ മഹാനായ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാമാണ് നബികളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോയി മസ്ജിദുൽ അഖ്സയിൽ നിന്ന് വീണ്ടും ആകാശലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആകാശലോകത്തേക്ക് പോകുമ്പോൾ കലമൊക്കെ കടന്ന് ചെല്ലുമ്പോൾ സിദ്റത്തുൽ മുൻതഹ എന്ന വൃക്ഷത്തിന്റെ ചുവട്ടിലെത്തുമ്പോൾ മഹാനായ ജിബ്രീൽ, ആകാശലോകം മുഴുവനും വിഹരിച്ച് നടക്കുന്ന ജിബ്രീൽ, മാലാഖമാരുടെ നേതാവായ ജിബ്രീൽ, ആകാശലോകത്തിന് അതിർവരമ്പുകളില്ലാത്ത ജിബ്രീൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദം നബി അലൈഹിസ്സലാം മുതലുള്ള 1,00,000-ലധികം വരുന്ന പ്രവാചകന്മാർക്ക് നബുവത്തിന്റെ സത്യസാക്ഷ്യം പറഞ്ഞു കൊടുക്കാൻ നിയോഗിച്ച ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാദി റബ്ബൽ ഖയ്യൂബി. നബിയെ ഇവിടെ വിട്ട് കടക്കാൻ ജിബ്രീലില്ല. സിദ്റത്തുൽ മുൻതഹ വിട്ട് കടന്നാൽ അങ്ങനെ കൊണ്ടുപോകാൻ ജിബ്രീലിന് സാധ്യമല്ല. ഈ അതിർവരമ്പ് ലംഘിച്ചാൽ ജിബ്രീൽ ചാരമാണ് നബിയെ. അതുകൊണ്ട് ഇനി യാത്ര ഒറ്റക്ക് പോകണം. ഇനി ജിബ്രീലിന് വരാൻ പറ്റൂല. ഇനി ജിബ്രീലിനെ കടക്കാൻ സാധ്യമല്ല നബിയെ. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, ഇനി ഇവിടെ നിന്നുകൊണ്ട് വിട്ടുകടക്കാൻ എനിക്ക് പറ്റൂല നബിയെ. ഇനി യാത്ര ഒറ്റക്ക് പോകണം. ഇനി അങ്ങ് ഒറ്റക്ക് പോയി അങ്ങയുടെ തമ്പുരാനുമായി അഭിമുഖ സംഭാഷണം നടത്തണം. ജിബ്രീൽ അലൈഹിസ്സലാം പോലും കടന്നതെല്ലാം സാധ്യമല്ലാത്ത അനിർവചനീയമായ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കടന്നു ചെല്ലുകയാണ്. അവിടെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ക്ഷണിക്കുന്നത്, വരിക നബിയേ, എന്റെ പ്രിയപ്പെട്ട ദാസൻ വന്നാലും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ക്ഷണിക്കുന്നു. എത്ര വലിയ അത്ഭുതമാണത്! നിബിധങ്ങൾക്ക് അത്ഭുതമാണെന്നല്ല, അത് ആലോചിക്കുന്ന മുഅ്മിനിന്റെ ഹൃദയത്തിൽ അത്ഭുതത്തിന്റെ 1000 ആനന്ദം ഉണ്ടാകും. ആരാ കടന്നു ചെല്ലുന്നത്? അതെന്റെ നേതാവാണ് കടന്നു ചെല്ലുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം പോലും മാറി നിൽക്കുന്നിടത്ത് എന്റെ നേതാവ് നടന്നു ചെല്ലുന്നു എന്ന് ഒരു മുഅ്മിനിന്റെ ഹൃദയാന്തരാളത്തിൽ ആനന്ദത്തിന്റെ ആവേശം ഉണ്ടാകും. അപ്പോഴാണ് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അല്ലാഹുവിനെ കാണുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പറയാണ്, എല്ലാ തിരുമുൽ കാഴ്ചകളും എല്ലാം ബറകത്താക്കപ്പെട്ട വസ്തുവകകളും എല്ലാം സർവ്വേശ്വരനായ പടച്ച തമ്പുരാനായ അല്ലാഹുവിനാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. അപ്പൊ അല്ലാഹു തആല പറയുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. അല്ലയോ പ്രിയപ്പെട്ട പ്രവാചകനെ, അങ്ങേക്ക്
അലൈക സലാം, അങ്ങേക്ക് രക്ഷയുണ്ടാകട്ടെ, അങ്ങേക്ക് സമാധാനം ഉണ്ടാകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സലാം പറയുന്നു. അവിടെയാണ് നമ്മുടെ പ്രവാചകന്റെ മഹത്വം. അല്ലാഹുവിന്റെ റസൂൽ അപ്പോൾ പറയാണ് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. പടച്ചവനെ ഞങ്ങൾക്ക് രക്ഷ വേണം. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എല്ലാ സജ്ജനങ്ങളായ അടിമകൾക്കും നിന്റെ രക്ഷ വേണമല്ലോ. ഞങ്ങൾക്ക് മാത്രം രക്ഷ പോരാ, എല്ലാ സ്വാലിഹീങ്ങളായ അടിമകൾക്കും നിന്റെ അപാരമായ രക്ഷ വേണമല്ലോ എന്ന് അല്ലാഹുവിന്റെ മുമ്പിലും നമ്മളെ മറക്കാത്ത നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് നമ്മൾ നിസ്കാരത്തിൽ കൊണ്ടുവരുന്നത്. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നിസ്കാരം അതവരുടെ മിഅ്റാജാണ്. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവുമായിട്ട് നേരിട്ട് അഭിമുഖ സംഭാഷണം നടത്തിയതുപോലെ മുഅ്മിനീങ്ങൾക്ക് അഭിമുഖ സംഭാഷണം അല്ലാഹുവുമായിട്ട് നേരിട്ട് നടത്തുന്ന ഏറ്റവും മഹത്തരമായ പ്രക്രിയയാണ് നിസ്കാരം എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് നിസ്കാരത്തിൽ നമ്മൾ ഏറ്റവും ഭവ്യതയോടുകൂടി ഇരുന്നിട്ട് പറയുന്നത്. ഏറ്റവും അദബിന്റെ ഇരുത്തം, ആ ഇരുത്തം ഇരുന്നിട്ട് നമുക്ക് പറയാണ് അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. എല്ലാ തിരുമുൽ കാഴ്ചകളും ബറക്കത്താക്കപ്പെട്ടതും സ്വലവാത്തുകളും എല്ലാം പരിശുദ്ധിയാകുന്നതും അല്ലാഹുവിനാണ്. എന്നിട്ട് നമ്മൾ ആ രംഗം അനുസ്മരിക്കുകയാണ്. അടിമയും ഉടമയും തമ്മിലുള്ള കൂടിക്കാഴ്ച, അള്ളാഹുവും അവന്റെ റസൂലും തമ്മിൽ എങ്ങനെയാണോ അഭിമുഖ സംഭാഷണം നടത്തിയത്, നമ്മൾ അതിനെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യണം. നമ്മൾ അതിനെ വീണ്ടും ഒന്ന് പുനരാ ആവിഷ്കരണം നടത്തണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, നമ്മൾ പറയാണ് നമ്മുടെ നിസ്കാരത്തിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും അഭിമുഖ സംഭാഷണത്തെ നിസ്കാരത്തിൽ നമ്മൾ കൊണ്ടുവരുന്നു. എന്നിട്ട് നമ്മൾ പറയും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊക്കെ സംവിധാനിച്ച പടച്ചതമ്പുരാനായ അല്ലാഹുവിനെ ഞാൻ അവൻ ഏകദൈവമാണെന്ന്, അവനല്ലാതെ മറ്റൊരിലാഹില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇതൊക്കെ കൊണ്ടുവന്നുവന്ന പ്രവാചകൻ വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഈ നിസ്കാരം കൊണ്ടുവന്ന